എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ തിങ്കളാഴ്ചത്തെ വ്ളോഗാണ്. അധികം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാതിരുന്നൊരു ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ വീഡിയോ ചെറുതാണ്. ഇന്നിപ്പോൾ രാവിലെ ഇഡലിയുടെ ബാറ്റർ റെഡി ആയിരുന്നതുകൊണ്ട് തന്നെ ഇഡലിയാണ് ഉണ്ടാക്കുക, എളുപ്പമാണ്. എല്ലാം റെഡി ആയിരിക്കണമല്ലേ. പിന്നെ ഒരു തേങ്ങ ചമ്മന്തി മാത്രം അരച്ചാൽ മതി, തേങ്ങ ചട്നി മാത്രം അരച്ചാൽ മതി. അതുകൊണ്ട് ഇന്നത്തെ കാര്യം രാവിലെ വേഗം കഴിഞ്ഞു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് വർക്കാണ് കൂടുതൽ നേരം പോകുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെളിച്ചം കാണുന്നത്. ഇപ്പോൾ ഇരുട്ടത്ത് ഞാൻ എഴുന്നേറ്റിട്ട് പിന്നെ ഇത്രയും നേരം കഴിഞ്ഞിട്ടാണോ ഇത് ചെയ്യണേന്ന് ചിലവർക്ക് തോന്നും, കാരണം നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ യൂട്യൂബ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സൈലൻ്റ് ആയിട്ടുള്ള സമയത്ത്, അതായത് നമ്മളുടെ ആളുകളൊക്കെ എഴുന്നേറ്റ് അനക്കൊന്നും ആകുന്നതിന് മുൻപായിട്ട് തന്നെ ചെയ്ത് തീർക്കുന്നതാണ് നല്ലത്. കാരണം വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടാകും, അപ്പോൾ അത് കയറി വരും, അപ്പോൾ നമ്മുടെ വോയിസ് ഓവറിന് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ യൂട്യൂബ് വർക്ക് അങ്ങോട്ട് ചെയ്ത് തീർക്കും. അപ്പോൾ അതുകൊണ്ട് നേരം വെളുത്ത് ഒരു 8 മണി അത്രയും നേരമൊക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തിരി കപ്പലണ്ടി വറുത്ത് വെച്ചിട്ട് അത് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. വെറുതെ ആവി പോകാൻ വേണ്ടിയിട്ട് ചൂട് മാറിയിട്ടാണല്ലോ കപ്പലണ്ടി നമ്മൾ ഇട്ട് വെക്കണത്. അത് മൂടി വെച്ചിട്ട് ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചു ആദ്യം തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതൊന്നുകൂടി വറുത്തിട്ടെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ആദ്യം തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞതാണ്. അപ്പോൾ അതേ ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ച് ഇത്തിരി ബിരിയാണി ഉണ്ടാക്കാമെന്ന്. കാരണം പിറ്റേന്ന് ചൊവ്വാഴ്ച സാറിനൊക്കെ ജോലിക്ക് പോകണം. അപ്പോൾ ബിരിയാണി ഇന്ന് ഉണ്ടാക്കിയാൽ അതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് പിറ്റേ ദിവസം പോകുമ്പോൾ കൊടുത്തു വിടാമല്ലോ. അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇഡലി എന്നാലും പെട്ടെന്ന് വിശക്കുമല്ല, അതുകൊണ്ട് 2 പഴം ഞാൻ പുഴുങ്ങിയെടുത്ത്. എനിക്കും പപ്പക്കും മാത്രം, കാരണം സാറ്റിനെയും റിച്ചാർഡും അങ്ങനെ കഴിക്കൂല, പഴം പുഴുങ്ങിയത് വേണ്ട. പിന്നെ കമൻസിൽ കണ്ടായിരുന്നു ഏത് ഡിറ്റർജൻറ്റാണ് യൂസ് ചെയ്യണതെന്ന്. ഇപ്പോൾ തൽക്കാലം ഇതാണ് യൂസ് ചെയ്യണത്. പലതും യൂസ് ചെയ്യും. അപ്പോൾ ചിലവർ പറയും ചില ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ കളറ് പോകും. എനിക്കറിയില്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും ഞാൻ കൈ കിട്ടുന്നതെല്ലാം യൂസ് ചെയ്യും. ലിക്വിഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ, പൊടികളും മേടിക്കാറില്ല. പാലാട്ടണേണ് ചേച്ചി. എന്താ പറഞ്ഞ ഒതുങ്ങി കൊടുത്തേക്കണം ഇവിടെ. എടാ റിച്ചാർഡേ, നീ ഇറങ്ങി വന്നേടാ, വാലടിച്ചോണ്ടിരിക്കണേന്ന്. കൊച്ചൊതുങ്ങിക്കൊടുത്തതാണ് ചേച്ചി ഇവിടെ ഇരിക്കെ. ഏതച്ചൂന്ന് കൊച്ചു ക്ഷീണിച്ചടക്കണേണ്. ഇപ്പം കൊച്ചിന് മനസ്സിലായി ചേച്ചി ഇവിടെ സ്ഥിരമാണ്. ഇനിയിപ്പം ചേച്ചിയുടെ അടുത്ത് കൂടുതൽ ഉറക്കം നിന്നുകൊണ്ട് രാത്രി കൊച്ചമ്മനെ പ്രൊട്ടക്റ്റ് ചെയ്യണ രാത്രി മുഴുവൻ കാവലാള. നമ്മുടെ റൂബി കുഞ്ഞിന് ഫേക്ക് പ്രഗ്നൻസിയുടെ പ്രശ്നം ഇതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അനങ്ങാതെയൊക്കെ നിൽക്കുന്നത്. ചേച്ചിയുടെ അടുത്തോട്ട് ആരുടെ അടുത്തേക്കും അങ്ങനെ ഓടി പോകാറൊന്നുമില്ല. അപ്പോൾ പപ്പ ഇന്ന് ഒരു മരിപ്പുണ്ട് പപ്പക്ക്. അത് കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ അടുത്തേക്കാണ് പപ്പ പോണത്. കാരണം കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ ഇത് ടെറൻസ് ഏട്ടൻ്റെ 25ാമത്തെ ആണ്ടിന് പോയായിരുന്നു. അവിടെ അമ്മ വരേണ്ടതായിരുന്നു, പക്ഷെ അമ്മക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടതിൽ. അപ്പോൾ ഏതായാലും അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അമ്മനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പപ്പ ഇറങ്ങണേണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഫുഡൊക്കെ കഴിച്ച് ഞാൻ പോയി കുളിച്ചൊക്കെ വന്ന് അങ്ങനെ സാറ്റർഡേ ആണെങ്കിൽ വർക്കിലും കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റുള്ള ജോലികൾ അങ്ങനെ നിന്ന് ചെയ്താൽ മതിയല്ല. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം അങ്ങോട്ട് കഴുകി വെച്ചു. അപ്പോൾ സാറ്റിനെ എപ്പോഴും പാത്രം കഴുകാനൊക്കെ ഓടി വരും കേട്ടോ. അപ്പം ഞാൻ പറയും എനിക്ക് കഴുകാനുള്ളതില്ല, ഞാൻ കഴുകിക്കോളാം, സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ചെയ്താൽ മതി, തിരക്കിൻ്റെ ഇടയിൽ നിന്ന് വരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിടണതാണ്. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ച് പിന്നെ ഇനി സവാള അരിഞ്ഞതൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇടാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പുറകെ ഉള്ളത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ പുറത്തുനിന്ന് ബിരിയാണി പോട്ടെടുത്ത് കഴുകി അതിൻ്റെ അകത്തേക്ക് നേരിട്ട് സവാള ഇട്ടിട്ട് ഇനി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചാൽ മതിയല്ല, അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്ത്
അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി ഞാനും മടുത്ത് കണ്ട് നിങ്ങളും മടുത്തെന്ന് എനിക്കറിയാം. അപ്പോൾ വേറെ ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ നമ്മുടെ മോള് വന്നതിന് ശേഷമുള്ള ചേഞ്ചസ് നിങ്ങളെല്ലാവരും കമൻസിൽ വളരെ സന്തോഷത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി കമൻസ് ഇടും. അതുപോലെ തന്നെ ബ്ലെസ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് നമ്മളോട് സ്നേഹമുള്ളവർ തന്നെയാണ് കേട്ടോ. നെഗറ്റീവ് കമൻസ് ഒന്നുമില്ല. ഇങ്ങനെ എഴുതുന്നത് ഞാൻ കാണാറുണ്ട്. ഈ സ്നേഹം അറ്റം ഇതുപോലെ തന്നെ ആകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് അല്ലേ. ഈ പറയുന്ന ആളുകളുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും ആഗ്രഹം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് മരണം വരെ നമ്മൾ സ്നേഹത്തിൽ പോകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിച്ച് അതിനു വേണ്ടിയും മനസ്സിനെ പാകമാക്കി വെക്കണം. കാരണം എന്താണെന്നറിയാം, നമ്മളുടെ പ്രായം മാറും. അത് കുട്ടികളുടേതായാലും ഞങ്ങളുടേതായാലും പ്രായം മാറുമ്പോൾ ചിന്താഗതികൾക്ക് മാറ്റം വരും. അതനുസരിച്ചിട്ട് പെരുമാറ്റ രീതികൾക്ക് മാറ്റം വരും. അതൊരു തെറ്റല്ല, അതൊരു പ്രകൃതി നിയമമാണ്. അതിനെ നമ്മൾ സ്വീകരിക്കാനും അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഇപ്പോഴേ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതുപോലെ കുറേ ചിന്താഗതികൾ മനസ്സിൽ പാകപ്പെടുത്തിയെടുത്ത് തന്നെയാണ് നമ്മൾ കുട്ടികളുടെ വിവാഹത്തിലേക്ക് കടക്കുന്നത് തന്നെയും. ഇനി അടുത്ത പാകപ്പെടുത്തലിലേക്കാണ് ഞങ്ങളുടെ മനസ്സ് പോകുന്നത്. കാരണം കുട്ടികളുടെ തിരക്കുകളിലേക്ക് അവർ പോകും. ഇപ്പോൾ അവരുടെ പുതുമയുള്ള ജീവിതമാണ്. ഈ ജീവിതം കഴിഞ്ഞ് അവർ ഒരു മാതാപിതാക്കളാകും, ജോലി തിരക്കാകും, എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ മനസ്സിലെ ചിന്തകൾ മാറും, ചിന്തകൾ വികസിക്കും. വേറെ കുറേ പുതിയ കാര്യങ്ങൾ, ആദ്യം ചെയ്തത് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പോൾ ശരിയെന്ന് തോന്നും. നേരത്തെ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഇപ്പോൾ തെറ്റായിപ്പോയി എന്ന് തോന്നും, തെറ്റായിരുന്നു ചെയ്തിരുന്നതെന്ന് തോന്നും. അത് ഞങ്ങൾക്കും തോന്നും. അതായത് എല്ലാവർക്കും, മനുഷ്യരായ എല്ലാവർക്കും പ്രായം ഓരോ വയസ്സ് കൂടുന്തോറും നമ്മളെ ചിന്താഗതികൾക്കും കാഴ്ചപ്പാടുകൾക്കും മാറ്റം വരും. അപ്പോൾ അതിനെ ഉൾക്കൊള്ളാനായിട്ട് എല്ലാവരും മനസ്സുകൊണ്ട് ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് പോകാൻ സാധിക്കും. അത് ഇരു കൂട്ടരും അതിന് തയ്യാറാകണം. കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചിന്താഗതി മാറ്റം വന്നതോടുകൂടി വരുന്ന ചില സംസാര രീതി മാറുന്നതും അങ്ങനെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് ഇന്നതുകൊണ്ടാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനും, അതുപോലെ കുട്ടികളുടെ ചിന്താഗതികൾ മാറുമ്പോൾ അവരുടെ സംസാരവും പെരുമാറ്റ രീതികളും മാറുമ്പോൾ അതിതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്കും സാധിക്കണം. അവിടെയാണ് ജീവിത വിജയം. അല്ലാതെ ഒരാളും മനഃപൂർവ്വം കുടുംബം തകർക്കാനായിട്ട് വരുന്നില്ല. അത് ഉൾക്കൊള്ളാൻ ഇരു കൂട്ടർക്കും സാധിച്ചാൽ പ്രശ്നമില്ല. അതാണ് നമ്മളുടെ നാട്ടിലെന്നല്ല ഈ ലോകം മുഴുവനുള്ള പ്രശ്നം. ഇപ്പോൾ ഒന്നും ഇവിടെ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ ആ കൊട്ടാരത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, പുറത്തു വരുന്ന കുറച്ച് ലീക്കായി പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയ വഴിയൊക്കെ അറിയാറുണ്ട്. അയ്യോ, അപ്പോൾ കുടില് മുതൽ കൊട്ടാരം വരെ എന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. കുടില് മുതൽ കൊട്ടാരം വരെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, വന്നു കയറുന്ന കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. അപ്പോൾ അതെല്ലായിടത്തും ഉള്ളതാണെന്ന് മനസ്സിലാക്കി അതിന് മുന്നോട്ട് പോകാനും ക്ഷമിക്കാനുള്ളൊരു അവർക്കൊരു സ്പേസ് കൊടുക്കുക. അവർ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. അല്ലാതെ ഇപ്പം തന്നെ മനസ്സിലാക്കി ഇപ്പം തന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവും ഇല്ല. റിച്ചാർഡിനൊക്കെ വിവാഹ ആലോചനകൾ നടക്കുന്ന സമയത്ത് തന്നെയും ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, ഈ സമയം ഇപ്പം കാണിക്കുന്ന സ്നേഹമേ ഉള്ളൂ കേട്ടോ, ഇത് ആവോളം ആസ്വദിച്ചോ, കല്യാണം കഴിഞ്ഞ് സ്നേഹമൊന്നും കിട്ടൂല. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, അത് അങ്ങനെ വേണം. കാരണം ഒരു കുഞ്ഞ് ഫീഡിങ് ബോട്ടിൽ പാല് കുടിച്ച് നടക്കുന്ന കുഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്ലാസ്സിലാണ് കുടിക്കണത്. അപ്പോൾ വീണ്ടും ഫീഡിങ് ബോട്ടിൽ തന്നെ കുടിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാമോ? അത് ഓരോ പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നീട് എൻ്റെ അടുത്ത് അത് പറയാൻ വരുത്താതിരിക്കാനാണ് ഞാനങ്ങനെ പറയുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു കൂട്ടിയ കുറേ കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടായില്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനിതിൻ്റെ ഇടയിൽ ക്ലീനിങ് നടത്തുന്നുണ്ട്. ബിരിയാണി എടുക്കാനായിട്ടുള്ള പപ്പടം വറുക്കൽ, ബിരിയാണിക്ക് ഞാൻ ജീരക വെള്ളമാക്കി വെച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കാണിച്ചില്ല, തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയി. കാരണം ഞാൻ ഈ ബിരിയാണി എടുക്കുന്ന സമയത്ത് പപ്പ വന്ന് ഏകദേശം 2:30 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം എപ്പോഴും അങ്ങനെ തന്നെയാണ്, ആ ഒരു സമയത്താണ്. അപ്പോൾ പപ്പ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോയും എടുത്തില്ല. അപ്പോൾ ഇനി പപ്പ വന്ന വിശേഷമാണ് ഇനി കാണുന്നത്. എവിടെ സാറ്റർഡേ ഗിഫ്റ്റ്
ഇത് സാറിനക്ക് ഇത് അമ്മാമ്മ തന്ന കൊന്ത രണ്ട് പേർക്കും അലമാരി വെച്ചേക്കാൻ വേണ്ടി. അമ്മാമ്മയുടെ ഇത് 500 രൂപ അലമാരിൽ ഇടാൻ വേണ്ടി. പെട്ടിയെടുക്കുമ്പോ അന്നേരത്ത് പഴയൊരു കിടങ്ങാണ്. പെട്ടിയെടുക്കുമ്പോ പോണത് സാറ്റിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങടെ വന്നത് അവിടെ കൊണ്ട് മമ്മി ഇടാൻ തന്നേക്കണേണ്. പേര് മറന്നു. ചോറുണ്ടാ? ആ നല്ല കാര്യം. പപ്പ കഴിച്ചെന്ന്. എന്താണ് ഞാനേ 2 ദിവസമായിട്ട് പിന്നെ പപ്പയുടെ വിശേഷങ്ങളാണ് പിന്നീട്. അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചില്ല. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചതും സംസാരിച്ച കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ അങ്ങനെ വിട്ടുപോയിട്ടാ. അതാണ് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ ഞങ്ങൾ 3 ആളും കൂടി ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഇത്തിരി കശുവണ്ടി മുന്തിരിയും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉച്ചക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരം കഴിക്കുമ്പോൾ അതിനകത്തേക്ക് ഇടാം, പിന്നെ നാളെ കൊണ്ടുപോകുമ്പോൾ അതിനകത്തും കുറച്ച് കശുവണ്ടി മുന്തിരി ഇടേണ്ടത് നമ്മുടെ ഞാൻ മേടിച്ചതായത് കേട്ടോ. പിന്നെ പാലും ഇത് ബ്രാൻ ഓയിൽ, പഞ്ചസാര, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ച്. അപ്പോൾ ഇല്ലേ ഈ അമ്മ കൊടുത്ത 500 രൂപ അലമാരിയിൽ വെക്കാനായിട്ട് വർക്കത്തോടു കൂടി ഒരിക്കലും അലമാരിയിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ വരാതിരിക്കുക, അങ്ങനത്തെ ഒരു പ്രാർത്ഥനയോടുകൂടി കൊടുത്ത പൈസയാണ് അമ്മ. അപ്പോൾ അത് എപ്പോഴും സൂക്ഷിച്ച് വെക്കുക, ചിലവാക്കാതെ. എത്ര തന്നെ പൈസ പെട്ടെന്ന് നമ്മൾ ചിലവിൽ ലിക്വിഡ് മണി ഇല്ലെങ്കിൽ എടുത്തൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനെ ഒരിക്കലും കൊടുക്കരുത് എന്ന രീതിക്ക് അത് അലമാരി തന്നെ വെക്കാനായിട്ട് കൊടുത്ത്. അപ്പോൾ പൈസ ഒരിക്കലും ഇല്ലാത്തൊരവസ്ഥ വരാതിരിക്കാനാണ് അമ്മ അത് പ്രാർത്ഥിച്ച് തന്നേക്കണത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ കുട്ടികൾക്ക് 2 കൊന്തയും എല്ലാം കിട്ടി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയൊക്കെ ഇട്ട്. ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൊച്ചാൻ പണ്ടേ അങ്ങനെ കൊച്ചങ്ങനെ ചേച്ചി എന്താ വന്നപ്പോ ചേച്ചിയോട് പോച്ച് ഇത്ര നേരം കൊച്ചോട് കൊച്ചോട് ഉറങ്ങണേരുന്നു അല്ലിപ്പാ. അവിടെ ആ ഒരു പിന്നെ വൈകുന്നേരത്തെ വേറെ ഒന്നും സ്നാക്കായിട്ട് അവിടെ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ്, ലേസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ എടുത്ത് ഞാൻ മേശപ്പുറത്ത് വെച്ച്. കാരണം ബിരിയാണിയൊക്കെ കഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇനിയൊരു സ്നാക്കിൻ്റെ ആവശ്യമില്ല, ഹെവിയാണ് കഴിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ടൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. അങ്ങനെ സാറ്റിന് അവിടെ വന്നിരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 7:30 മണിയാണ് അയക്കണത്. നമ്മൾ 7 മണിക്ക് പ്രാർത്ഥനയിലോട്ടാണ്. 7 മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7:30ക്കാണ് ഞാൻ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് പപ്പക്ക് 7:30 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കൂട്ടുകാർ കൂടിയിട്ട് പപ്പ പോയേക്കണേണ്. പപ്പ വീട്ടിലില്ല. അതുകൊണ്ടാണ് സാറ്റിനെയും താഴേക്ക് വന്ന് റിച്ചാർഡും താഴേക്ക് വന്നത്. കാരണം റൂബി ഒറ്റക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ സമയത്ത് മോളിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യണത്. അങ്ങനെ ഞാൻ എനിക്കിഷ്ടമുള്ള വൈറ്റ് മ്യൂസിക് എല്ലാം ഇട്ടതിന് ശേഷം നടക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ പപ്പ പുറത്ത് ഉണ്ടാകും. അത് നമുക്ക് ഏറ്റവും വലിയൊരു ധൈര്യമാണ്. നമ്മളുടെ ഭർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ധൈര്യം. ഞാൻ ഈ ഇരുട്ടത്താണല്ലോ പോണത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും ഞാനൊന്ന് ഒച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓടി വരാൻ ആളുണ്ടെന്നുള്ളൊരു ധൈര്യം. പക്ഷേ ഇപ്പോൾ പപ്പ പുറത്തില്ല, പപ്പ മീറ്റിങ്ങിന് പോയേക്കണേ. എങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ സ്വന്തം സ്ഥലമല്ലേ, നമ്മൾ ദൂരമൊക്കെ ഒന്നും പോകണില്ല. അപ്പം നോക്കുമ്പോൾ പപ്പ ഗേറ്റ് ലോക്ക് ചെയ്ത് കീയുമായിട്ടാണ് പോയേക്കണത്. അപ്പം ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ലോക്കാണ്. പിന്നെ കീ നോക്കിയപ്പോഴത്തേക്ക് അത് പപ്പ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അകത്ത നമ്മുടെ സ്പെയർ കീ എടുത്തിട്ടാണ് വന്ന് തുറന്നിട്ട് പോയത് കേട്ടോ. കുറേ അധികം ആളുകൾ പറഞ്ഞേക്കാം വീട്ടു ജോലികൾ ഇഷ്ടംപോലെ ചെയ്യുന്നല്ലേ, പിന്നെ ഇനി എന്തിനാ ഒരു എക്സസൈസ് എന്ന് ചോദിക്കാറുണ്ട്. പണ്ടത്തെ കാലത്തെ വീട്ടു ജോലികളല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. മുറ്റവടിയില്ല, അലക്കില്ല, വിറക് കീറലില്ല. ഇതെല്ലാം ഇപ്പോൾ എക്സസൈസിൻ്റെ മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത്. വിറക് കീറുന്ന പോലെയുള്ള എക്സസൈസ്, അലക്കുന്ന പോലെയുള്ള എക്സസൈസ്, മുറ്റമടിക്കുന്ന പോലെയുള്ള എക്സസൈസ്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കണ്ടിന്യൂസ് ഒരു 45 മിനിറ്റ് കുറഞ്ഞത് കണ്ടിന്യൂസ് നടക്കുകയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പരിപാടിയാണ് നടപ്പ്. അപ്പോൾ അങ്ങനെ ഇത്തിരി സ്പീഡായിട്ട് കൈയൊക്കെ വീശി നടന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട രോഗങ്ങളൊക്കെ നമ്മളിൽ നിന്നും മാറി നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം തന്നെയാണ് നമ്മളെ രോഗത്തിൽ നിന്നും രക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് ഞാൻ ഈ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേരെങ്കിലും വിചാരിക്കും ഇപ്പോൾ സ്വപ്നം ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അത് പോരെന്ന്. അത് പോരാ, അത് നമ്മൾ റെസ്റ്റ് ചെയ്തുമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കുകളുണ്ട് നമുക്ക്. ഇത് ബ്രേക്കില്ലാതെ 45 മിനിറ്റ്
നിർത്താതെ നടന്നിട്ടാണ് വരണത് കേട്ടോ. അപ്പോൾ എന്നെ കാത്ത് റൂബി കുഞ്ഞിവിടെ ഇരിക്കണേണ്. കാരണം ഇന്ന് പപ്പയില്ലല്ലോ. പപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവളെ പൊക്കി പുറത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ നടന്നു കഴിഞ്ഞ് വന്ന് പപ്പയും ഞാനും കൂടി കുറച്ച് നേരം ഇവളെയും കൊണ്ട് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ വീഡിയോ. അതിൻ്റെ പേരിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്